Hello ladies and gentlemen, welcome to Al Shazam and ഇന്ന് ഉച്ചയ്ക്ക് ആക്ച്വലി നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്കും നമ്മുടെ സുബിനൊക്കെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഷൂട്ട് ക്യാൻസലായി. എന്തായാലും നമ്മൾ ഇന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ നൊമാഡിയനും നമ്മുടെ യാസറുമായിട്ട് ഇന്ന് പുറത്ത് ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് മിക്കവാറും ഒരു ഫുഡ് വ്ളോഗായി മാറുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഫുഡ് അടിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഈ സാധനം പൊക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഫോണിൻ്റെ വല്ല ഇവൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അൽ ഷസാമുമായിട്ട് വരും. എന്തിനാണെങ്കിലും ഞാൻ വലിയ നമുക്ക് ഭയങ്കര മറ്റേ ഫാൻസ് ഒന്നുമില്ല. നമ്മളുടെ വളരെ സിൻസിയർ ആയിട്ടുള്ള കുറച്ച് 16,000 20,000 ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാധനം ഇടുന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. എൻ്റെ ഈ ചെറിയൊരു വ്ളോഗിനെ എൻകറേജ് ചെയ്യുന്നതിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു വൺസ് അഗെയിൻ. നിങ്ങൾക്കൊരു വലിയ ഷൗട്ട് ഔട്ട്. അപ്പോൾ എന്തായാലും ഞാൻ മറ്റവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കട്ട പോസ്റ്റ് ഈ നൊമാഡിയൻ എന്ന് പറഞ്ഞ ക്രാപ്പൈൻ ഭയങ്കര പോസ്റ്റാണ്. പ്ലാനൊക്കെ ഇടുന്ന സമയത്ത് ഇന്ന് വരും നാളെ വരാം എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരുന്ന് കൊല പോസ്റ്റ് തരും നമുക്ക് എല്ലാത്തിനും. അപ്പോൾ എന്തായാലും ഇന്ന് മൊത്തം വ്ളോഗിൽ അവനെ എടുത്തിട്ട് ലേറ്റായി വന്നതിനോട്ടുള്ള ചൊറിയായിരിക്കും. എൻജോയ് ഗൈസ്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യണം അവന്മാർക്ക് വേണ്ടി. സുബിൻ അവനെ പൊക്കിയെന്നാണ് കേട്ടത്. സോ അവർ നേരെ ഇനി എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളിന്നൊരു സാധനം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനായിട്ടും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. കുറേ അതായത് ലൈഫിൽ ഒരിക്കൽ ട്രൈ ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എപ്പോഴും പോയി തട്ടാൻ താല്പര്യമില്ല. ബിക്കോസ് നല്ല കത്തിയാണ്, നല്ല കാശിലുള്ള ഒരു സാധനത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് അത് പോയി ട്രൈ ചെയ്യാം. അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ ഞാൻ പറയാം. നമ്മൾ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടിളകി ഗൈസ്. അമ്മേ ചൂടായി മക്കളെ. ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഈ ക്ലൈമറ്റാണ്. ഇതിന്ന് കൂടത്തേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ പൊള്ളും. പറഞ്ഞ കാര്യമില്ല. എന്തിനാണെങ്കിലും ലെവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ ചൂടത്ത്. 3 മണിയായി. ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞാണ്. നൊമാഡിയും പട്ടിയാ ഒറ്റ കാരണമാണ് വരത്തത്. ഇപ്പോൾ ഗുണം കേൾക്കേണ്ടി വരും. എടാ സുബിനോളജി, തനിക്ക് എത്ര കാറിടോ ഉള്ളത്? ഇതേത് വണ്ടി? ഇതേത് വണ്ടി? പുതിയ ബ്രാൻഡ് ന്യൂ. ഇത് സൂപ്പർ. എപ്പം? ജാടപ്പട്ടി ലേറ്റായ ദണ്ടി. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞ വൈകുന്നേരമായി. ആർക്ക് തിരക്കായി പോയി? നല്ല വണ്ടി. കൺഗ്രാജുലേഷൻ, മബ്രൂക്ക്. അപ്പൊ തനിക്ക് വണ്ടിയില്ലേ? ഭാര്യക്ക് വാങ്ങിച്ചു കൊടുത്ത് കിട്ടില്ല വണ്ടി. ഇനി ഇത് മതി നമുക്ക്. ഭാര്യടുത്ത് വേറെ വല്ല പനമേറെ അത് വല്ല ഓടിക്കാൻ പറ. നല്ല കളറ്, നല്ല വണ്ടിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ദുബായിൽ വരുമ്പോ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. ജെറ്റൂർ ചൈനീസ് ബ്രാൻഡാണ്. നമ്മുടെ ഇതിന്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ചെറുക്കെ ചാവാൻ മറക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ വേറൊരു മോഡലുണ്ട്. ഇതിപ്പം T2. വേറൊരു സാധനമുണ്ട്, ഉറൂസ് പോലെ ഇരിക്കും. നല്ല വണ്ടി കേട്ടോ. ഞാൻ കുറച്ച് നിങ്ങൾ നന്നായി കേട്ടോ. ഇത് എടുത്തത് നന്നായി. ഇതുപോലത്തെ ഒരു വണ്ടിയാണ് ആ യാസറിന്റെ അടുത്ത് ഞാൻ എടുക്കാൻ പറയണ. അവ ഒരുമാതിരി കെറോസിൻ ഇട്ട് ഓടിക്കണ വണ്ടി. എന്നിട്ട് പറയും GTR പാണ്ടാരടങ്ങ. ആ വണ്ടി കൊണ്ട് വരുമ്പോ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കണത്. കെറോസിൻ ഇട്ട് ഓടിക്കണ വണ്ടി ആയിട്ടാ. നല്ല വണ്ടി. ഇതൊക്കെ ഇടാ. എന്ത് രസം, എന്ത് കംഫർട്ട്, സുഖം. എന്താ വണ്ടി. SUV is a comfort. നമുക്ക് എടുക്കണ്ടേ നൊമാഡിയ? ഷെയർട്ട് എടുക്കാന്. എന്നിട്ടെന്തോ നീ എന്തോ ഊബർ ഇടാൻ പോണോ? ഇത് 4 wheel drive. ഇത് 1.46 1.4 lakh dirhams. എന്താ ഒരു ഡിഫൻഡർ കമ്പയർ ചെയ്യുമ്പോൾ 35%. ഇവിടെ മറ്റേ ഡിഫൻഡർ എടുക്കാൻ എത്ര? 400-500 കിട്ടില്ല വണ്ടി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം. ഞാൻ അതാണ് തീരുമാനിക്കുന്നത്. നമ്മള് ജാപ്പനീസ് പോണോ ബുച്ചറല്ലേ? അല്ല എന്നാ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അല്ല മറ്റേ പേൾ വ്യൂ പൊട്ടിത്തെറിച്ചു ഇന്നലെ. ഇന്നലെ അത് ഞാൻ എന്റെ മറ്റേ കട ഞാൻ പണ്ട് തൊട്ട് മറ്റേ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ചായയും ഒക്കെ കഴിച്ചോണ്ടിരുന്ന കടയാ. ആ ചേട്ടനെ വിളിച്ചിട്ട് അങ്ങേര് ഫോണും എടുക്കണില്ല. എനിക്കാണെങ്കിൽ പേടി. എന്താണ് ഒരു പിടിയുമില്ല. നീ ഏതെങ്കിലും ദിവസം അവിടെ പോയി നോക്കണം പുള്ളി എന്തായെന്ന്. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാറിൻ്റെ ഇത് കാണിച്ചത്. ഇതാണ് AC ഇവന്റ്. ഇവിടെ എന്തോന്നോ ലോകത്തിലെ ഏതോ മാപ്പാണെന്ന് തോന്നട്ടോ. അതാ ഇനി ലൊക്കേഷനാണ് എന്തിനാണെന്ന് പറഞ്ഞൂടാ. ഒരു ഒരു പരിപാടി ഇവിടെ ഒരു സാധനം ഡിസൈൻ അവർ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് മറ്റേ സാധനം ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്
ഗിയർ. പിന്നെ ഇത് ഒരു വട്ടത്തിൽ സ്പോട്ട് ഇതൊക്കെ അതൊക്കെ സെയിം ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് നാവിഗേഷൻ. ഇവിടെ നമുക്ക് സിനിമ കാണാം, നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ സാധനം ചാടി വരും. അങ്ങനെയൊക്കെ. ഹേ ഗൂഗിൾ ഉണ്ടോ? ഹായ് ജെറ്റോർ. ഹായ് ജെറ്റോർ എന്ന് പറഞ്ഞാൽ ജെറ്റോർ സംസാരിക്കുന്നതായിരിക്കും. ഓപ്പൺ ദ റൂഫ് ടോപ്പ്. Okay. നിന്റെ വണ്ടിയാണത്? ഹലോ ജെറ്റോർ എന്ന് പറയും, ഇവർ ഹായ് ജെറ്റോർ എന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ വെളിച്ചം വന്നു കേട്ടോ, സെറ്റായി. ഇത് എല്ലാം തുറന്നു. എന്റെ പൊന്നു ജെറ്റോർ, നിർത്ത് ജെറ്റോർ. ഹലോ ജെറ്റൂർ, I'm here. സുബിനോളജി എങ്ങനെ സഹിക്കുന്നു? ഹലോ ജെറ്റോർ. You can tell me. നോസ് ദ സൺറൂഫ്. അല്ലല്ല, അറിയാം. പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോ അടഞ്ഞടാ. പ്ലീസ് ഒക്കെ പറയണം, ബെഗ് ചെയ്യണം. ഹലോ ഇപ്പൊ സെറ്റായിട്ടാ. ഹലോ ജെറ്റൂർ. ഇതാണ് ഗൈസ് സ്റ്റിയറിങ്. മറ്റേതാണ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. നല്ല സ്പീഡോമീറ്റർ ഉണ്ടോ, അടിപൊളി. ഈ ഒരു നല്ല സീറ്റിംഗ് കംഫർട്ട് ഒക്കെ ഉണ്ട്. നല്ല ഇതുണ്ട്. ഇവിടെ സ്പീക്കർ ഉണ്ട്. എല്ലാ ആംഗിളും നമുക്ക് കാണാം. കാറിന്റെ അടിപൊളി, ഒരു രക്ഷയില്ല. അത് മാത്രമല്ല റൈഡിങ് കംഫർട്ട് ഒക്കെ ഉണ്ട്. ഓപ്പൺ ദി സൺറൂഫ്. ശരി ഗൈസ്, വണ്ടി ഇതാണ്. മാത്രമല്ല ഗൈസ്, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റേ താഴത്തെ ബെൻസിലും മറ്റേ BMW കാണുന്ന സാധനമാണ്. സൈഡിൽ മറ്റൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മറ്റേ ഒരു കമ്പി വാലി മറ്റേ വലിച്ചു കയറ്റിട്ട് മറ്റേ ഇങ്ങനെ ഈ പരിപാടിയല്ല, അത് വരെ ഉണ്ട് സെറ്റ്. ഈ സീറ്റിന്റെ ഇവിടെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സേവ് ചെയ്തിടാം. എൻ്റെ പേര് സേവ് ചെയ്തിട്ടിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നെക്കി കഴിഞ്ഞാൽ എൻ്റെ സീറ്റിനനുസരിച്ച് അതിങ്ങനെ അവന് പൊക്കവും ഇതൊക്കെ കാലൊക്കെ ഇത്തിരി വീതിയൊക്കെ ഉള്ള ഒരുത്തനാണെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരും. വേറെ ലെവൽ ഐറ്റം, നൈസ് കാർ, മാഷാഅല്ലാ. ആ പ്രൈസിൽ മൈലേജ് ബിറ്റ്വീൻ 15 to 20 ഒന്നും കിട്ടൂല, ബട്ട് ബിറ്റ്വീൻ 15 to 20 is മൈലേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ 4-wheel ഡ്രൈവ് ആണ്. 4WD, വെരി നൈസ്, മാഷാഅല്ലാ, അടിപൊളി. ഗൈസ്, മറ്റേ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് അടിക്കണ സാധനം വരെ ഉണ്ട് ഇവിടെ. ഒമ്പോ സ്വെറ്റ് കേട്ടോ. ഇതാണ് മാഷാഅല്ലാ വണ്ടി. ഇതാണ് നമ്മുടെ സുബിൻ ബ്രോയിൻ്റെ ജെറ്റൂർ. നല്ല കളർ കേട്ടോ. ഈ കളറിന് വേണ്ടിയാണ് സുബിൻ ബ്രോ 5 മാസം എടുത്തു, 5 months വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് ഡിന്നർ സമയത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണക്കാരനുമായ ഒരേ ഒരു എന്താ നിൽക്കണ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണ സീരിയസ് ക്യാരക്ടറാണ്. ആര്, നീയാ? നോക്കട്ടെ, മോൻ നോക്കട്ടെ. എനിക്ക് വയ്യ. എന്താണെങ്കിലും യവനൊക്കെ പങ്കെടുക്കുന്ന എന്തോ ഒരു ദുബായ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ക്രിക്കറ്റ് ഉത്സവം 14 ജില്ല. അപ്പൊ എന്നാടാ 16-ാം തീയതി, 13, 14, 15 ജൂൺ 11, 13, 14, 15. പണ്ടെന്തൊരു വലിയ ക്രിക്കറ്റ് എവിടെ നാഷണൽ സ്റ്റേറ്റ് എന്തോ നമ്മളത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു. സന്തോഷ് ട്രോഫിയിലൊക്കെ എന്തോ പോയപ്പോ പനി പിടിച്ചെന്ന്. ചുമ്മയൊന്നുമല്ല കാര്യമൊക്കെ. ഇൻഡോർ ബോളോ എന്തോ ബോളോ എന്തായാലും ക്രിക്കറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ബുച്ചർ കമ്പനി. എവിടെയാ ബ്രോ? ബുച്ചർ ഗ്രിൽ. യെസ്, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചൊരു സാധനമാണ്, വാഗ്യൂ ബീഫ്. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ വാഗ്യൂ ബീഫ് കഴിക്കാനായി വന്നിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. സോ സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. കിടിലൊരു കണ കിട്ടിയേട്ടാ. ക്ണാപ്പ് ഇവിടെ നിന്ന് കിട്ടൂടാ? ക്ണാപ്പിൽ ക്ണാപ്പ് കിട്ടുമല്ലേ? ബുച്ചർ ഷോപ്പ് ആൻഡ് ഗ്രില്ലിലാണ് നമ്മൾ വാഗ്യൂ കഴിക്കാൻ വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾക്ക് മെനു കിട്ടിയിരിക്കുകയാണ്. മെനുവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വിത്ത് പടമാണ് നമുക്ക് മനു ഉള്ളത്. ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, ഫിഷ് ഉണ്ട്. എന്തായാലും കടയിൽ വന്ന് പരിചയമുള്ള ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നതായിരിക്കും. അല്ലേടേ? പുള്ളി ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കും. അല്ലേടാ? ഓ അത് ശരി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് ഫുഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ടീം നൊമാഡിയന് തണ്ട ഈ സാധനം നമ്മുടെ തണ്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റിയതെന്നാണ് ലവം പറയണത്. അത് അവൻ കൊടുക്കണില്ല, ഒന്ന് സമ്മതിച്ചോട്. നല്ലതല്ലേ? ഞാൻ കോപ്പി അടിച്ചത് ആണെന്നാ ഞാൻ കോപ്പി അടിച്ചത്. അത്ര പറഞ്ഞാൽ വാച്ച് എല്ലാം ഞാൻ കോപ്പി അടിച്ചത്. ശരിയാണല്ലേ? ആപ്പിൾ വാച്ച്. ഓ ഒത്തൊരുമ. കോപ്പി അടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ കൂടെ അത് ഞാൻ കട്ട് ചെയ്യണോടാ. ഒരു നാൾ പക്ഷേ ഇവ അപ്കമിങ് ടെററാണ് കേട്ടോ. കടയാടി ബേബി 4 കാലായി. വിശക്കുന്നിട്ട് എന്നെ കൊണ്ട് വായിന്ന് 2.5 മണിക്കൂർ അവിടെ പോസ്റ്റ് ആക്കി വെച്ചിട്ടാണ് നീ സംസാരിക്കുന്നത്. മൂഡ് സിംഗ്
മുട്സിങ് ആണടാ. ബട്ടറും ഉണ്ടല്ലേ, ബട്ടറും. ഇവരുടെ UAE പ്രസിഡന്റ് ഉണ്ടാക്കുന്ന പ്രസിഡന്റ് UAE പ്രസിഡന്റ് ഉണ്ടാക്കുന്ന ഇതൊക്കെ കേട്ട് നിങ്ങൾ ആരെങ്കിലും ചിരിക്കണുണ്ടോ ഇല്ലയെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇതൊക്കെ കേട്ട് ചിരിക്കാൻ വരുത്തനും എന്തിനാണെങ്കിലും നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ലവ് ഇറ്റ്. ഏൻഷ്യൻ വൺ. പണ്ട് ഉണ്ടാക്കിയ ബ്രെഡാണെന്നോ? ഇത് കണ്ട നിങ്ങൾ ഇപ്പൊ ഈ ഓട്ടോ കാണുന്നില്ല, ഓ അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ നല്ല ഫേമൻ നമ്മൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യില്ല. ഒരു ബ്രെഡ്സ് ഉണ്ടാക്കിയിട്ട് 24 തൊട്ട് 72 മണിക്കൂറൊക്കെ വെച്ച് അപ്പം അങ്ങനെ ആവുന്നത്. ഓ നല്ല ടൊമാറ്റോ സോസിൽ മുക്കിയ ലിവർ അല്ല ബീഫ് സോസേജ്. നൈസ്, വെരി സോസി ബീഫ്. ടൊമാറ്റോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമില്ലാത്ത ആൾക്കാർ വെറുതെ പോയി കഴിച്ചിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്നത്. അത് ഭയങ്കര ടൊമാറ്റോ ബേസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അറബിയാറ്റ സോസാ. ആ ഒരു ഫീലാണ് കിട്ടണം. കൊച്ചി സാലഡിലെ ഗോട്ട് ചീസ് സാലഡ്. ഗോട്ട് ചീസ്. പക്ഷേ ഞാൻ കൊച്ചി സലാഡ് ഞാനും കേട്ടോ അങ്ങനെയാണ്. എന്തിനാണെങ്കിലും ഗോട്ട് ചീസ് സലാഡ് വന്നിരിക്കുകയാണ്. ഇത് പെരി പെരി ലിവർ. പെരി പെരി സോറി പെരി പെരി ലിവർ. ഇതെന്തിനാണ്? ഇത് മഷ്റൂം. ചീസ് വെച്ചാണ്. അത് മഷ്റൂമിൻ്റെ അകത്ത് ചീസും ബ്രോക്കലിയും കുറച്ച് തന്നാണ്. സാധനം വന്നു. എല്ലാ സാധനങ്ങളും വന്നു ഗൈസ്. അങ്ങനെ സാധനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിത് ഫുഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. എസ്പെഷ്യലി നമ്മൾ തന്നെ ഇത് കഴിക്കാനാണെന്ന് വന്നത്. വാഗ്യൂ ബീഫ്. സനൂബ്രോ നിങ്ങൾ കഴിക്കുന്ന പഴകഞ്ഞി അല്ല ഇത്, ഇതാണ് വാഗ്യൂ ബീഫ്. സനീപ പറയും കമന്റിൽ. ഞാനൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. നല്ല ജ്യൂസി ചിക്കൻ. രക്ഷയില്ലെന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ലടേ. മഷ്റൂമിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. മഷ്റൂം ഇഷ്ടപ്പെടുന്നത് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് പണ്ടാണ്ടുള്ളി വ്യാഗി. നിങ്ങളങ്ങനെ വ്യാഗി മുറിക്കാൻ പോവുകയാണ്. മീഡിയം ആണ്. ഞാൻ വെൽ കുക്ക്ഡ് ആണ് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞു മീഡിയം കഴിക്കാം. ഇതേ പറഞ്ഞു യാസർ ബാക്കിൽ. വാഗ്യൂ ബീഫ്. നിങ്ങൾക്ക് എനിക്കാണ് നിങ്ങളുടെ അഭിപ്രായമാണ് ഇട്ടിട്ടത്. For the first time having a Wagyu beef. മെൽറ്റിംഗ് മൗത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ജപ്പാനിൽ പോയി വാഗ്യൂ ബീഫ് കഴിച്ചു മതി. This from Japan. 4 to 5 grade ने यूज കഴി. हमारा वो शॉट ठीक है भाई. നമ്മളെ എടുത്ത് വെച്ച് ജസ്റ്റ്. യൂഷ്വലി ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ചൂയായിരിക്കും. കഴിച്ച് ഇങ്ങനെ ഇല്ല. ഇത് ഒരു 5-6 കടി കഴിക്കുമ്പോൾ തന്നെ മെൽറ്റായി പോണ്ടേ. നിങ്ങൾക്ക് കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 265 dirhams 285 dirhams എന്തോ ആണ്. ഒരു രക്ഷയില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത സാധനമാണ് അവൻ കഴിച്ചത് കേട്ടോ ഗൈസ്. ഇത്രയും കൂട്ടത്തിൽ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ഇതാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രോ ഇത് ഭയങ്കര മഷ്റൂം. ആമസോൺ കാടുകൾ പിടിച്ച മഷ്റൂമാണ്. അതാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ? അതാണ് ഇതിന്റെ ഒരു ചളിച്ച ടേസ്റ്റ്. പക്ഷെ ബാക്കിയുള്ളതാണ്ട് വാഗ്യൂ ഫിനിഷ്, ചിക്കൻ ഫിനിഷ്, ലിവർ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റവൻ ഗോഡ് ചീസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. സുബിൻ ബ്രോ അടിപൊളിയായിരുന്നു കേട്ടോ ബീഫ്. ഞാനതാ പറഞ്ഞ നമുക്ക് ഇവിടെ വന്ന കോണ്ടന്റ് കൂടുതൽ കിട്ടും. സൂപ്പർ. ആ ചിക്കൻ ചിക്കനൊക്കെ നല്ല ഫുഡായിരുന്നു. ദ ബുച്ചർ ഷോപ്പ് ആൻഡ് ഗ്രിൽ. ലൈഫിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്ന് തിന്നണമെന്നല്ല, ലൈഫിൽ ഏതെങ്കിലും ഒരിക്കലെങ്കിലും കഴിക്കുക. ഇപ്പം എത്ര പേര് യാത്ര ചെയ്ത് കഴിക്കാനായിട്ട് യാത്ര ചെയ്തു. അവൻ എന്നെക്കാളും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് 250 മറ്റേ ടിക്കറ്റിന് ഇതാകുമ്പോൾ മറ്റേത് ജപ്പാനിൽ പോകണം. ഇതിന്റെ മറ്റേ ശരിക്കുള്ള മറ്റേ മടം കാണി സാധനം കഴിക്കാൻ. UAE-ന്റെ ഏറ്റവും വലിയ നല്ലൊരു കാര്യം അതാണ്. എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ആൾക്കാർ ചില ഒതന്റിക് ക്യൂസിൻ തന്നെ ജപ്പാനി പുറത്ത് രാജ്യം കിട്ടുന്നില്ല. അതിനേക്കാളും നന്നായിട്ട് ദുബായ് കിട്ടും ചില സമയത്ത്. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ നേരെ ക്നാപ്പിൽ പോയിട്ട് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കും ഗൈസ്. അങ്ങനെ ഓൺ ദ ഹൗസ് നമുക്കൊരു ചീസ് കേക്ക് കിട്ടിയിരിക്കുകയാണ്. സ്ട്രോബെറി ചീസ് കേക്ക്. എന്താ അല്ലേ?
നൊമാഡിയൻ്റെ മുഖം കണ്ടിട്ടാണ് അവർ ചീസ് കേക്ക് തന്നത്. നൊമാഡിന്റെ മുഖമല്ല, നൊമാഡി തിരിഞ്ഞിരിക്കുവായിരുന്നു. ആ അപ്പോൾ തിരിഞ്ഞിരുന്നോണ്ടാണ് ഇത് കണ്ടില്ല, അതാണ് ചെതറിയിരിക്കുന്നുണ്ടാ. തന്നെ അവൻ്റെ ബാക്ക് തന്നെ കണ്ടത്, സത്യം തന്നെ. യാസർ, വെൽക്കം ടു മൈ ബ്ലോഗ്. അങ്ങനെ അവൻ്റെ പുതിയ കടയുടെ പണിത്തിരക്കിലാണ് അവൻ. ഇല്ലടാ, നമ്മൾ ഇനി ക്നാപ്സിൽ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലോകത്തിലെ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഇൻ ദ വേൾഡ്. എടാ, ഒരെണ്ണേ വാങ്ങിച്ച് കുടിക്കുന്നുള്ളൂ. ഇവിടെ ആ നല്ല ചെയർ കേട്ടോ, വെറൈറ്റി ചെയർ. അത് ഗ്ലോയി കയറി കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനുള്ള നമ്മൾ വന്നു. അതെ, സോ ഹോട്ട് ചോക്ലേറ്റിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട് രാജ്യത്തുണ്ട്. അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റിന്റെ ഫ്ലേവേഴ്സ് ആണ്. എക്സ്ട്രാ മിൽക്ക്, ഡാർക്ക്, എക്സ്ട്രാ ഡാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാർക്കും എക്സ്ട്രാ ഡാർക്കും വേണ്ട, നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് മതി. കളർ ഇത് അതാണ് മിൽക്ക് ചോക്ലേറ്റിന് ഇപ്പം ഇത്രയും പെർസെൻറ്റേജുകളുണ്ട്. അതേപോലെ ആ പെർസെൻറ്റേജിൽ തന്നെ ഓട്ട് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്, നോർമൽ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചിലത് ഫ്ലേവേർഡും ഉണ്ട്, ലൈക്ക് ഫ്രം ഇറ്റാലിയൻ നോഗാട്ട് എന്ന് പറഞ്ഞൊരു ഇതാണ് വാനില ആൽബംസിൽ. ഇപ്പോൾ ഞാൻ പറയുന്നത് 43% വെനസ്വേലയാണ് ചോക്ലേറ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അത് ഇഷ്ടപ്പെട്ടിട്ട് ആ ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞാൽ മതി. 43% മിൽക്ക് ചോക്ലേറ്റ്. How was the taste? It's good. 49%. 49%. തന്നെ. ഗൈസ്, ഇതുണ്ട മാഷ്മെല്ലോ. ഈ മാഷ്മെല്ലോ ആണ് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റിൽ ഇടുന്നത്. സുബിൻ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്നാപ്സ് എക്സ്പെർട്ട്ലി ക്രാഫ്റ്റഡ് ചോക്ലേറ്റ് ഡ്രിങ്ക്സ്. ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു വലിയ കിടിലം കടയാണത്. വരിക, ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വീട്ടിൽ പോവുക. ഗൈസ്, നമ്മളിന്ന് ഓർഡർ ചെയ്ത ഹോട്ട് ചോക്ലേറ്റ് വന്നിരിക്കുന്നത് നല്ല കിടിലം കപ്പാണ് ക്നാപ്പിൻ്റെ. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ്. ബാബു ബാബു ഗൈസ്, ക്നാപ്സിൽ വന്ന് ഇത് കുടിക്കുക, ഒരു രക്ഷയില്ല. ശരിക്കും ബിസ്തന്റെ ചോയ. നമ്മൾ ഇത്ര നാളും കുടിച്ചത് ഹോട്ട് ചോക്ലേറ്റ് അല്ല, എന്തൊരു ടേസ്റ്റ്. നമുക്ക് ബെസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാം. ഡാർക്ക് ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് സെയിം ഹോട്ട് ചോക്ലേറ്റ് ബെസ്റ്റ്. അപ്പോൾ ഇമാജിൻ ചെയ്താൽ മതി, ഇത് ബെസ്റ്റ് ആണെങ്കിൽ അതുണ്ടായിരിക്കും. മിസ്റ്റർ കൊമാഡിയൻ ഇരിക്കണുണ്ടോ വൈ? കൊള്ളാടാ, സൂപ്പർ കോണ്ടന്റ്. എല്ലാം വരും. ഫോട്ടോ അല്ല, വീഡിയോ. ഉണ്ണിൽ ഉണ്ണിയല്ല, ഉണ്ടമ്പരിയാണ്. അതൊക്കെ നല്ല ഒരു തീരുമാനം പറഞ്ഞേട്ടാ. ചായ കുടിക്കാം. അങ്ങനെ നമ്മൾ റാഷിദിയ പാലസിൽ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനുണ്ട്, നൊമാഡി ഉണ്ട്, ഹലോ, സുബിനോളജി ഉണ്ട്. അങ്ങനെ നല്ല ചൂട് ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ. അത് മാത്രമല്ല, ഇവിടെ എന്തൊരു പെട്ടിയായിരുന്നത്? തക്കാരപ്പെട്ടി എന്നൊരു സാധനം കിട്ടുവേ റാഷിദ് പാലസിൽ. മോനെ, മസ്റ്റ് ഹാവ് സാധനം. ഇതൊരു ടേസ്റ്റ് അടയത്. എനിക്ക് ഒരെണ്ണം കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ വേണ്ട. ഒന്നല്ല, ഒരു 3-4 പോവുക ആ സാധനം. ഇതൊരു ടേസ്റ്റ്, എന്തൊരു മസാല, നല്ല ക്രിസ്പി. ഓ എടാ പട്ടി, നീ മിസ് ചെയ്യടാ. എന്തായാലും എന്നെ പട്ടി വിളിക്കുന്നത്, അതുകൂടെ കാണിക്കാം. പക്ഷെ അവൻ മിസ് ചെയ്തു. സൂപ്പർ സാധനം. നിങ്ങളിവിടെ വരെയാണെങ്കിൽ കഴിക്കണം. നല്ല ലൈറ്റിൽ വന്ന് ഇരിക്കുക, നമ്മളെ കൂടെ ലൈറ്റിലും വെച്ചിട്ട്. ഇങ്ങനെ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് പറയും, അത് നിങ്ങൾ കേട്ടാൽ മതി. ഇങ്ങനെ പല ടെക്നോളജി, പല നത്തിങ്.
അത് ഞാനും അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഫുഡിനെ പറ്റി ഒന്നും ഉണ്ടായി എപ്പനും അറിഞ്ഞൂടാ. സത്യം വെറുതെ കഴിച്ചിട്ട് കുറെ എക്സ്പ്രഷൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ആയിട്ട്. നമ്മൾ ഫുഡ് റിവ്യൂസ് അല്ല, ഫുഡ് ബ്ലോഗേഴ്സ് ആണ്. ഫുഡ് ബ്ലോഗേഴ്സ് ഫൈൻഡിങ് ഗുഡ് സ്പോട്ട്സ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് ഞാൻ പറയാം. സാധാരണക്കാരനാണ്, എനിക്ക് ഇവിടുത്തെ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ഇവ കഴിച്ചിട്ട് പോലും ഇല്ല, പിന്നെ പോടാ അവിടെ. സുബിൻ ബൈ. ഏതെങ്കിലും ഒന്ന് ബൈ. താങ്ക് യു. അപ്പൊ ശനിയാഴ്ചയാണോ? താങ്ക് യു ഫോർ എ വാല്യുബിൾ ടൈം. നോ വെറീസ് മാൻ, എനി ടൈം. അപ്പൊ നമുക്കൊന്ന് വാല്യുബിൾ ടൈം അല്ലേ അത് കൊണ്ട. നീ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഇന്ന് കളഞ്ഞത്? 2 മണിക്കൂർ. ബൈ ബ്രോ. ഓക്കെ ബൈ ബ്രോ. അങ്ങനെ പറഞ്ഞു ഞാനും. കഥയും പറഞ്ഞു, ഈ കഥയും പറയാം. നമ്മൾ ഇവിടെ പറയുകയാണ്. അത് പറ, സാധനം പറ. നമ്മൾ പോണ്. ബൈ ഗൈസ്. ഓക്കെ ബൈ ബൈ. അടുത്ത ശനിയാഴ്ച വേറെ വേവൽ സാധനം. വേവൽ സാധനം ചെയ്യും. നമ്മൾ അടുത്ത വേറെ സാധനം കിട്ടില്ല. അത് വെയിറ്റ് ആൻഡ് വാച്ച്.